ഹലോ എവരി വൺ വെൽക്കം ടു മൈ ചാനൽ. ഇത് കുറച്ച് കൊറിയൻ ഇയറിങ്സ് ആണേ. താഴ്ത്തി ആ പിന്നെ മീഷോയിൽ നല്ല നല്ല അടിപൊളി കുറച്ച് 10 സെറ്റോളം വരുന്ന ഇയറിങ്സ് ആണ്. കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയേ. ഇതൊരു വൈറ്റ് ഫ്ലവർ വരുന്നതാണ്, സ്റ്റോൺ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ളതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു പക്ക കൊറിയൻ മോഡൽ തന്നെയാണ്, ബട്ടർഫ്ലൈയും സ്റ്റോണും ഒക്കെ വെച്ചിട്ടുള്ള നല്ല ചെയിൻ ഒക്കെ വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു സൈഡ് നമുക്ക് പിന്നിൽ തൂക്കിയിടുകയും ചെയ്യാം, ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് കുഴപ്പമില്ല. പിന്നെ ഇതെന്ന് പറയുന്ന ഒരു സീ ബ്ലൂ കളറിൽ വരുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടാണ്, കൊള്ളാം. ഡെയിലി യൂസിന് പറ്റിയതാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ അടുത്തത് ഒരു ഹാങ്ങിങ് ആയിട്ടുള്ളതാണ്, ഫ്ലവർ മോഡൽ വരുന്ന റോസാപ്പൂവിൻ്റെ ഒക്കെ പോലെയുള്ള ക്വാളിറ്റി കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ കളറ് കുറച്ച് ഫെയ്ഡ് ആയതുപോലെ തോന്നി. ഇത് പൈസയ്ക്ക് അത്ര വർത്തായി തോന്നിയില്ല. പിന്നെ ഇത് നല്ല ഐറ്റമാണ് കേട്ടോ, റോസും വൈറ്റും കൂടെ ഒക്കെ വരുന്നത്, നല്ല വെയിറ്റ് ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ഐറ്റം, പക്ക ക്വാളിറ്റി ഉണ്ട്. അതിൻ്റെ കളർ കോമ്പിനേഷൻ ആണെങ്കിലും എല്ലാം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വർത്തായിട്ടുള്ളതാണ്. പിന്നെ ഇത് ഒരു ലോങ് ആയിട്ടുള്ള മോഡലാണ്. രസമുണ്ട് കാണാൻ, എന്ന് വെച്ചാൽ ഹാങ്ങിങ് ആയിട്ടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വളരെ നല്ല ഒരു ഇതാണ്. അതിന് നല്ല ക്വാളിറ്റി ഉണ്ട്, കളറും ഒക്കെ ആണെങ്കിലും നല്ല രസമുണ്ട്. പിന്നെ സ്റ്റോൺസ് ഒക്കെ ആണെങ്കിലും ഒരു ടൈൽസിൻ്റെ മോഡലിൽ ആ ഒരു ടൈപ്പാണ് വരുന്നത്. കൊള്ളാം, ഇഷ്ടമായി. ഇത് പിന്നെ ലെങ്ത് അത്രയും വേണ്ടെങ്കിൽ നമുക്ക് ബാക്കിൽ നിന്ന് ഒരു സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതെന്ന് പറയുന്നത് പിന്നെ ഒരു സ്റ്റഡ് മോഡലാണ്, അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടാണ്, രസമുണ്ട് കാണാൻ, വെള്ളമുത്തും കല്ലും ഒക്കെ വെച്ചിട്ടുള്ള, അതും പൈസയ്ക്ക് വർത്താണ്. പിന്നെ ഇതൊരു ബട്ടർഫ്ലൈ മോഡലാണ് വരുന്നത്, ലോങ് ആയിട്ടുള്ള ഇത് വരുന്നത്. നമുക്കതിൻ്റെ ബട്ടർഫ്ലൈയുടെ ഭാഗം ഊരിയിട്ട് അത് മാത്രമായിട്ട് ഇടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിങ്ങനെ പുറകിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് അത് മാത്രമായിട്ട് ഇടാം. സ്റ്റോൺസ് ഒക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റിയിലാണ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് അതിൻ്റെ ഒരു ഡിഫക്റ്റ് എന്ന് തോന്നിയത്, ഈ സ്റ്റോൺ വരുന്നത് നമ്മൾ ആ ബട്ടർഫ്ലൈയിൽ ചേർത്തിടുമ്പം കറക്റ്റ് നേരെ കിടക്കുന്നില്ല. അതുകൂടെ നേരെ കിടന്നിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിട്ടായിരുന്നു. കുഴപ്പമില്ല, കൊള്ളാം. പേഴ്സണലി പറയുകയാണെങ്കിൽ ആ ലോങ് ചെയിൻ എനിക്ക് അത്ര പിടിച്ചില്ല. പിന്നെ ലോങ് ചെയിൻ ഇഷ്ടമല്ലാത്തവർക്ക് അത് ഊരി മാറ്റാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ. പിന്നെ അടുത്തത് വരുന്ന ഒരു ഹെവി ഐറ്റാണ്, പക്ക കൊറിയൻ ഐറ്റം ആണോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. പക്ഷേ ആ കോമ്പിനേഷൻ കൊള്ളാം, രണ്ട് സ്റ്റൈലുകൾ, ഇന്ത്യൻ കൊറിയൻ കോമ്പിനേഷൻ സ്റ്റൈൽ മിക്സ് ചെയ്തിട്ടുള്ളതാണ്, കുറച്ച് കുന്തനും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഐറ്റാണ്. ഈ ഒരു കുന്തൻ പാർട്ട് ലോങ് വരുന്നെന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അതും മറ്റേ ഇത് പറഞ്ഞ പോലെ തന്നെ ബാക്കിൽ നിന്ന് നമുക്ക് ഊരി മാറ്റാം. ലോങ് ചെയിൻ ഇഷ്ടമല്ലെങ്കിൽ ഊരി മാറ്റിയിട്ട് അത് നമുക്ക് ഉപയോഗിക്കാം. ഇതുപോലെ സിംഗിൾ സ്റ്റഡായിട്ടിടാൻ നല്ലൊരു എലഗൻ ലുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ബാക്കിലൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട് ഈ ഒരു ഐറ്റത്തിന്. സ്ട്രോങ് മെറ്റീരിയലാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്, കൊള്ളാം, രസമുണ്ട്. പിന്നെ ലാസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇതുപോലെ ലോങ് ആയിട്ടുള്ള ഒരു ക്യൂട്ട് കമ്മലാണ്, ലീഫ് മോഡൽ വരുന്നതാണ്. അത് നമുക്ക് ബാക്കിൽ നിന്ന് ഇതുപോലെ ഊരി സെപ്പറേറ്റ് ചെയ്തിട്ട് സ്റ്റഡായിട്ട് മാത്രമായിട്ട് ഇടാം. അല്ലെങ്കിൽ ഒരു ഹാങ്ങിങ് ഇതുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ള പോർഷൻ ഹാങ്ങിങ് ആയിട്ടുള്ള നമുക്ക് ടാഗ് ഇട്ടും ഇടാവുന്നതാണ്. രസമുണ്ട്, സിംഗിളായിട്ട് ഇടാൻ നല്ലൊരു എലഗൻ ലുക്കുണ്ട്. എനിക്ക് 10 സെറ്റിലും ഇഷ്ടപ്പെട്ടത് ഈ വൈറ്റും പിന്നല്ലാതെ ഈ ലീഫിൻ്റെ ഇതും വരുന്നതാണ്, നല്ല രസമില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക.